ഷിബു ബേബി ജോണിന്റെ പിടിപ്പുകേട് കൊണ്ട് തകർന്നടിഞ്ഞ പാർട്ടിയാണ് RSP അഥവാ റവല്യൂഷണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി. ബേബി ജോണിന്റെ മകനായ ഷിബു ഒരു രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുൻപന്തിയിലെത്താൻ ശ്രമിക്കാതെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പോലും അഴിമതിയിൽ നിറഞ്ഞ ഭരണമായിരുന്നു എന്നുള്ള ഖ്യാതി സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ പോലും ഉണ്ട്. അതുകൊണ്ടാണ് ചവറയിൽ കഴിഞ്ഞ 2 തവണയും അദ്ദേഹം പരാജിതനായത്. 2011 NK പ്രേമചന്ദ്രൻ 6061 വോട്ടുകൾക്ക് തോൽപ്പിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രിയായി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ 5 കൊല്ലം ഇരുന്നെങ്കിൽ പോലും അദ്ദേഹം പിന്നീട് അങ്ങോട്ട് ഒരു തവണ പോലും അദ്ദേഹത്തിന് ചവറ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, NK പ്രേമചന്ദ്രനെ RSP ഔദ്യോഗികമായി അവരുടെ ഏറ്റവും ശക്തനായ നേതാവായി അംഗീകരിച്ചപ്പോൾ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് ഇടിയുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിനു മുമ്പ് വരെ ഷിബു ബേബി ജോൺ ബോൾഷെവിക് പാർട്ടിയുടെ പ്രത്യേക വിങ്ങുമായി, അതായത് പ്രത്യേക ഫാക്ഷനുമായാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്. ഏതായാലും ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPക്ക് കാര്യമായ നേട്ടമുണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. RSPയുടെ പഴയ നേതാക്കളായ ബാബു ദിവാകരൻ അതുപോലുള്ള പലരും ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. വലിയ പ്രായമൊന്നും ആയിട്ടല്ല, എന്നാൽ പോലും അവരാരും ഇപ്പോൾ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലോ കാണാറില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെയാണ് കൊല്ലം കോർപ്പറേഷൻ മാത്രമല്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPയുടെ നില ഏറ്റവും പരുങ്ങലിലേക്ക് പോകുന്ന സാഹചര്യമുള്ളത്. ഇരവിപുരത്തും കൊല്ലത്തും ഒക്കെ RSPക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളാണ്. ചവറ, ഇരവിപുരം തുടങ്ങിയ നിയോജക മണ്ഡലങ്ങൾ RSPയുടെ കൈവശം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളായിട്ട് പോലും അവിടെയൊന്നും ജയിക്കാൻ കഴിഞ്ഞില്ല. അതായത് UDFന്റെ സഖ്യകക്ഷിയായി 5 അതിൽ കൂടുതലോ സീറ്റുകൾ വാങ്ങിച്ചെടുക്കുന്നെങ്കിലും ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയുന്നില്ല. ആകെ RSPക്ക് ആശ്വാസം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ 3 തവണയായി 2014, 19, 24 എന്നീ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് വലിയ രീതിയിൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നു. എന്നാൽ അതിൻ്റെ ഒന്നും ഒരു എഫക്റ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കാണുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പൊളിച്ചെഴുത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഷിബു ബേബി ജോണിനെ ചവറയിൽ ഇനി മത്സരിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പ്രേമചന്ദ്രനെ തന്നെ തിരികെ കൊണ്ടുവരണം എന്ന ആവശ്യം നിലവിൽ ഉണ്ട് പാർട്ടിക്ക്. പ്രേമചന്ദ്രൻ ചവറയിൽ മത്സരിക്കട്ടെ, പകരമായി ഷിബു ബേബി ജോണിനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കട്ടെ എന്ന രീതിയിലും പുനരാലോചനയൊക്കെ ഉണ്ട്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ? RSP പൊളിയുകയാണോ അതോ ഇതിലെങ്കിലും രക്ഷപ്പെടുമോ? ഈ ഒരു ഇക്വേഷൻ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടോ എന്ന റിസർച്ചുകളാണ് ഇപ്പോൾ UDFിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്.